പ്രഭാതം കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് അനുവദിച്ച് നൽകിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. एक सुबह और अच्छे दिन भी भोर भी प्रभु ने हमारे लिए दिया। इसी कारण में मैं मसीह को धन्यवाद देता हूँ। ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ये वचन की घोषणा में आप सभीयों को स्वागत स्वीकार करते हैं। ആം, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर की नाम की महिमा हो। 1 പത്രോസ് पहले पत्रोस 4-ാം അധ്യായം 4 4-ന്റെ पहले पत्रोस 4 अध्याय 18-ാം വാക്യം. 18वां पद। നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? और धर्मियों ने ऐसी पीड़ित में देखेगा तो अधर्मियों और पापियों की स्थिति क्या हो रहा है? ആരാണ് നീതിമാൻ? धर्मियों कौन है? ലോകത്തിന്റെ കാഴ്ചപ്പാടിലും ഒരു ആർക്കും ഒരു ദോഷം ചെയ്യാതെ നല്ലവനായിട്ട് ജീവിക്കുന്നതായ സൽപ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ നീതിമാനെന്ന് ലോകം പറയും. आजकल दिनों में हम देखते हैं अच्छे भले भक्ति से काम करने वाले मानव जातियों को औरों ने धार्मिक नाम देते हैं। എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി എത്ര നീതീകരിക്കപ്പെട്ടവൻ. धर्मशास्त्र हमें ऐसे सिखाते हैं मसीह की वश में जिन्होंने रहते हैं और उसकी वचन की भागी होते हैं वो ही है धार्मिक। യേശു ഈ ലോകത്തിൽ പ്രവർത്തിച്ചപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തില് മതമേധാവികൾ മറ്റുള്ളവരൊക്കെയും അത് യേശു ക്രിസ്തുവിനെയും നോട് വിരോധമുണ്ടായിരുന്നു. यीशु मसीह जगत में था। यीशु मसीह ने अच्छे अच्छे काम किया लेकिन उनको विरोध में लड़ने के लिए उसी समय की और धार्मियों थे। മതപുരോഹിതന്മാരുടെ കാപട്യം യേശു തുറന്നു കാട്ടി. और धार्मिकता के लिए अपने आप को स्वयं धार्मिक समझ लेते हैं जो लोगों को और दोष के काम खुलम बुलंद नीति पर यीशु आगे रखा है। സാധുക്കളായ ദൈവവിശ്വാസികളെ അവർ ചൂഷണം ചെയ്തു. सादा और वेदना से भरे हुए लोगों का दुख को उन्होंने त्याग की है। മാനുഷികമായ കൽപ്പനകൾ അത്രേ അവർ പഠിപ്പിച്ചത്. और मनुष्य की आज्ञाओं कल्पनाओं उनको सिखाया है। ഇത് ചോദ്യം ചെയ്തതായ യേശു ക്രിസ്തുവിനെ അവർ വെറുത്തു. ये बात सही नहीं है। इसके विरोध में बात किया मसीह को उन्होंने और त्याग की है। നാം നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോഴത്തേക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും ലോകം വെറുക്കുന്നു. आज के दिनों में मसीह पर भरोसा रखना विश्वास करने वालों को सांसारिक लोग त्याग किया करता है। അവർ ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല. और मसीह का लोग कोई किसी को कुछ अपराध दोष ठहराता नहीं है। ക്രിസ്തുവിനോട് വിശ്വസ്തയോടുകൂടിയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ അകാരണമായിട്ട് ഈ ലോകത്തിലെ ജനങ്ങൾ വെറുക്കുന്നു. यीशु मसीह का साथ मिलजुलते हैं, अपनाता है, ग्रहण करते हैं जो लोगों को ऐसे लोग त्याग करते हैं। വാസ്തവത്തിൽ അവർ വെറുക്കുന്നത് നമ്മിൽ വിശ്വാസികളിൽ ജീവിക്കുന്നതായ ക്രിസ്തുവിനെ അത്ര. वास्तविक तौर पर सच्चे रीति पर वो लोग इनकार करते हैं मसीह को है। നമ്മളിൽ വസിക്കുന്നവനായ നമ്മിൽ ജീവിക്കുന്നവനായ യേശുവിനെ അത്രയും അവർ പീഡിപ്പിക്കുന്നത്. हमारे में वास करते हैं, हमारे में जीवित होते हैं, वो मसीह में है, वो मसीह को उन्होंने पीड़ित देता है। എന്നാൽ ലോകപ്രകാരം ജീവിക്കുന്നതായ നാമധേയ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ലോകം വെറുക്കുന്നില്ല.
सांसारिक तौर पर जीते हैं और सांसारिक जीने पर प्रभुता करते हैं, वो लोगों का कोई पीड़ा, नामधारी लोगों को पीड़ा है ही नहीं है। അവർ ലോകത്തിൻ്റെതായ പ്രശംസ ഏറ്റെടുത്തുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തി വളരെ മാന്യന്മാരായിട്ട് എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റിക്കൊണ്ട് അവർ ജീവിക്കുന്നു. और उन्होंने लोगों को और सांसारिक रीति पर जाने के लिए सिखाते हैं, आदर लेते हैं और उन्हीं के लिए बातचीत भी काम कार्य होते रहते हैं. കാർമേഘത്തില് മഴ കൊണ്ടുവരുന്നതായ കാർമേഘങ്ങളുണ്ട്, മഴ ഇല്ലാത്തതായ അല്ലാത്ത മേഘങ്ങളുമുണ്ട്. बादल दो प्रकार के है. बादलों में बरसात गिरने का बादल भी है, बरसात सिवा दौड़ते हैं वो बादल भी है. ക്രിസ്തീയ നാമം ധരിക്കുന്നവരാണെങ്കിലും ക്രിസ്തു അയാളുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ ലോകം അയാളെ വെറുക്കുകയില്ല, ലോകം അവരെ അനുമോദിക്കും. और मसीह मुनि का हृदय में वास नहीं करेगा तो ये संसारिक लोग उनको आदर देते हैं और उनको महिमा देते रहते हैं. ക്രിസ്തീയ നാമം വഹിക്കുന്നതായി നിരവധി സെലിബ്രിറ്റീസിനെ ഈ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. आजकल दिनों में ऐसी प्रकार की और उल्लासित करते हैं जो लोगों का बारे में हम देखते हैं. ലോകത്തിന്റെ എല്ലാ മാലിന്യങ്ങളും അവരുടെ ജീവിതങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. और संसार के सारे आदर उन्हीं को मिलता रहते हैं. സമ്പന്നന്മാരാണ്, उन्होंने धनियों है അവർ കഴിവുള്ളവരാണ്, और सामर्थ्य है. എന്നാൽ അങ്ങനെയുള്ളവർ ലോകത്തോട് ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ളതായ പ്രതികൂലങ്ങളെയും നേരിടേണ്ടി വരുന്നില്ല. ऐसे लोग आंदोलन कुछ होता है उसी में गिरने का कोई हाल नहीं होते हैं. എന്നാൽ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് കൊണ്ട് ഈ ലോകം നമ്മെ പകയ്ക്കുന്നു. एक बात है, यीशु मसीह हमारे में वास करते हैं, इसी कारण में लोग संसार हमको त्याग करते हैं, उपद्रव करते हैं. ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെയും ധരിക്കുന്നവരത്രേ അത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. और जीव उठा हुआ स्वर्गारोहण किए हुए हमारा मसीह हमारे में वास करते हैं, इसी कारण में हमें लोग त्याग करते हैं. പത്രോസ് തന്റെ ലേഖനത്തിൽ പ്രത്യേകം പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ നിരവധി കഷ്ടങ്ങളും പരിശോധനകളും പരീക്ഷകളും ദൈവമക്കൾക്ക് നേരിടേണ്ടി വരുമെന്നാണ്. प्रेरित पत्रोस ने पत्री की द्वारा हमें ये बात समझाता है, यीशु मसीह को अपनाया, ग्रहण किया, यीशु को पाया है, कई प्रकार की बहुत कष्ट शोक भोगना पड़ता है. മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് അതീതമായിട്ടുള്ളതായ ഒരു വ്യവസ്ഥയത്രേ തിരുവചനത്തിൽ നാം കാണുന്നത്. मनुष्यों की सिर पर, माथा पर मनुष्यों की चिंता की ऊपर है मसीह की काम. ഒരുത്തൻ ക്രിസ്തുവിലായാൽ, ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പരീക്ഷകൾ കടന്നു വരുന്നു. एक व्यक्ति मसीह को अपनाया, ग्रहण किया तो उनका जीवन में कई प्रकार की कमी कटी या कष्ट शोक भोगना पड़ता है. ജാതികളായ ആളുകൾക്കും നാമധേയ ക്രൈസ്തവർക്കും ഇല്ലാത്തതായ പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും കഷ്ടങ്ങളെയും നേരിടേണ്ടി വരുന്നതായ ക്രിസ്ത്യാനികൾ. और अन्य जातियों और नामधारियों उन्होंने कई प्रकार की वेदना में आते हैं, लेकिन उन्होंने वो भोगता है. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. इसी कारण में मसीह की शिष्यों संतान बनने के लिए आजादी की बात नहीं है और कठिन बात है. അതുകൊണ്ടാണ് ഇവിടെ പത്രോസ് പറയുന്നത് നീതിമാൻ പ്രയാസേന വളരെ ബുദ്ധിമുട്ടി അത്ര നീതിമാൻ രക്ഷ പ്രാപിക്കുന്നത് എന്ന്. और इसी कारण में प्रेरित पत्रोस ने ये बात दिया, धार्मियों कष्ट शोक से
उन्होंने उद्धार होता है। രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ എല്ലാ വ്യക്തികൾക്കും ഉള്ളതാണ്. उद्धार एक बात है, हर एक व्यक्तियों के लिए मसीह ने दिया है। നമ്മുടെ ആരുടെയും പ്രയത്നം കൊണ്ടല്ല നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നത്. हमारा कोई प्रयत्न के द्वारा नहीं हम मसीह को अपनाया। എന്നാൽ ഈ ലോകത്തിൽ നാം പരീക്ഷകളെയും പ്രതിസന്ധികളെയും നേരിട്ട് ഒരു ജയജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. मसीह ने हमारे में ये आग्रह रखता है, कोई प्रश्न या कोई गलती जीवन में आएगा तो भी हमारा मसीह की नाम हमारे में दिया देता है। ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രതിസന്ധികളും പരീക്ഷകളും വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. हमारा एक विश्वासी के जीवन में कई प्रकार की वेदना कष्ट सहजने का हाल होवे तो भी हमारा जिंदगी में क्या कारण से ये होते हैं ये जांच लेना हमारा कर्तव्य है। നീതീകരിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പാപം ഉണ്ടായെങ്കിൽ ദൈവം അവനോട് ആ രീതിയിൽ അവനെ ഡിസിപ്ലിൻ വരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. एक व्यक्ति धार्मिकता में आया, यीशु मसीह ने उनकी आत्मा की अगुवाई से उनको अंगीकार किया, वो लोगों का जीवन में कोई कमी कटी या गलती कुछ होवे तो हमारा मसीह ने हमारा जिंदगी को साफ सफाई करते हैं। നമ്മുടെ ജീവിതത്തിലെ ഈ കഷ്ടത, ദൈവം അനുവദിക്കുന്നതായ കഷ്ടതകൾ, അത് ദൈവത്തിന് നമ്മളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. हमारा एक विश्वासी के जीवन में कष्ट वेदना दुख होवे तो वो बात हमारा मसीह को अज्ञानित में नहीं, उनको जानकारी है उस पर। അത് നമ്മുടെ ശുദ്ധീകരണത്തിനത്രേ. वो ही हमारा पवित्रताई के लिए है। അത് നമ്മെ പണിഷ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയല്ല. കാരണം നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി പകരക്കാരനായിട്ട് വഹിച്ചു കഴിഞ്ഞു. और हमारा मसीह कालवरी क्रूस पर उनको रक्त बहाने के कारण हमारा उद्धार की कीमत उन्होंने दाम उन्होंने चुका है। നീതിമാൻ അനവധി കഷ്ടങ്ങളിലൂടെ അല്ലെങ്കിൽ അഗ്നി സമാനമായ പരിശോധനകളിലൂടെ കടത്തിവിടുന്നുണ്ട് ദൈവം. धार्मियों को कई प्रकार की वेदना से जाना देता है और हमें ताया हुआ एक वस्तु की नाई बनने के लिए। തീ എന്ന് പറയുന്നത് അത് അതിന്റെ മുമ്പിൽ വൈക്കോൽ തീയുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്, വൈക്കോൽ കത്തിപ്പോകും. और खास होते हैं जो आग के सामने लाएगा तो जल जाते हैं। എന്നാൽ സ്വർണം തീയിലൂടെ കടത്തിവിടുകയാണെങ്കിൽ അത് ശുദ്ധീകരണം പ്രാപിക്കും. सोना ऐसा नहीं, और आग में डालेगा तो ताया हुआ एक अच्छे वस्तु हमको मिल जाते हैं। ഒരു സ്വർണ്ണപ്പണിക്കാരൻ തന്റെ കൈവശം ഇരിക്കുന്നതായ സ്വർണം വളരെയധികം തീയിലൂടെ കടത്തിവിട്ട് അത് അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം, അശുദ്ധിയെല്ലാം മാറ്റിയതിനു ശേഷം അവസാനം അയാളുടെ മുഖം ആ സ്വർണത്തിൽ തെളിഞ്ഞു വരുന്നത് വരെയും ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. ये सोनार ने और आग में डालकर सोना ताया जाने के लिए कई बार आग में डालते हैं और उनका मुंह उसमें आते हैं, तब तक उनका मन भावने की आधार पर वो सोना को एक उपयोग वस्तु लाते हैं, इसी नाई है। ഒരു സ്വർണ്ണപ്പണിക്കാരൻ തീയുടെ മുമ്പിലിരുന്ന് സ്വർണത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്വർണ്ണപ്പണിക്കാരനെ പോലെ യേശു നമ്മുടെ മുമ്പിലുണ്ട്. ये सोनार ने और हाथ में मिला हुआ सोना आग में ताया जाता है और उनको शुद्ध कर इन्होंने उनका उपयोग की एक अच्छा वस्तु लाता है। इसी नाई हमारा यीशु मसीह अपने संतानों को ताया जाता है आग में प्रश्न में। നാം വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിനെ നമ്മെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല.
पवित्रताई में हम जिएगा नहीं है तो स्वर्ग राज्य में बैठ नहीं सकते हैं। അവിടെ അവിടെ നമുക്ക് പ്രവേശനം, സ്വർഗത്തിലെ അന്തരീക്ഷം അത് വിശുദ്ധമത്രേ. स्वर्ग राज्य अधिपवित्र स्थान है। അതുകൊണ്ട് നമ്മെ യഥാർത്ഥ ശിഷ്യന്മാരാക്കി വാർത്തെടുക്കുന്നത് ആയ ഒരു പ്രക്രിയയിലൂടെ അത്രേ ദൈവം നമ്മെ കടത്തിവിടുന്നത്. ये अच्छा शिष्य बनकर, अच्छा दासवासी बनकर हमें ये कष्ट शोक भोगना देता है, मसीह के राज्य में हमको बैठाने के लिए है। നമ്മിലെ അശുദ്ധിയെല്ലാം പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നതുവരെയും കർത്താവ് തീച്ചൂളയുടെ അനുഭവത്തിലൂടെ നമ്മെ കടത്തിവിടും. हमारा अपवित्रता, अशुद्धि सब कुछ हटाकर एक शुद्ध पवित्र लोग बनाने के लिए मसीह ने कष्ट हमारा जीवन में दिया देता है। നമ്മുടെ ആത്മീയ ജീവിതത്തെ മെച്ചപ്പെട്ട രീതിയിൽ അത് വളർത്തുന്നതിന് വേണ്ടി, ആത്മീയമായിട്ട് നമ്മെ വളർത്തുന്നതിന് വേണ്ടിയും നമ്മുടെ ചുറ്റുപാടുകൾ വളരെ അനുകൂലമാക്കി തന്ന് പിന്നെ അങ്ങനെ വളർത്തുന്ന ഒരു രീതിയല്ല തിരുവചനത്തിൽ നാം കാണുന്നത്. मसीह के वचन ऐसा हम देते हैं, चारों तरफ हमारे लिए अनुकूल है, प्रश्न नहीं, सब कुछ हमारे लिए कमाने के लिए है, सब कुछ हमारे लिए सादा सीधा है। ऐसा एक विश्वास जीवन मसीह नहीं चाहते हैं। അതെ, കഷ്ടതയുടേതായ പ്രതികൂലങ്ങളിലൂടെ, തീച്ചൂളയിലൂടെ നമ്മെ കടത്തിവിട്ട് അങ്ങനെയത്രേ നമ്മെ ഒരു ശുദ്ധീകരണത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്. ये ऐसे प्रकार के कष्ट शोक से और आग की भट्टी में डालकर खाया हुआ वस्तु की नाई हमको बाहर लाते हैं। ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ഒരു ശത്രുവുണ്ട്, പിശാചാണ് നമ്മുടെ ശത്രു. ये दुनिया में अपने विश्वासियों जीते हैं, हमारा विरोध में लड़ने वाले एक शत्रु है, वो शैतान है। ക്രിസ്തീയ ജീവിതത്തെ കാട്ടിൽ നടക്കുന്നതായ ഒരു യുദ്ധത്തോടുകൂടി ഉപമിച്ചിരിക്കുന്നു. और मसीह की जिंदगी एक और लड़ाई की रणसिंगा में रहने वाले एक सेना की नाई है। കാട്ടിലെ അത് ഈ ഒരു സിംഹം ഒരു മനുഷ്യനെ പിടിച്ച് കൊല്ലുവാൻ, വിഴുങ്ങുവാൻ ശ്രമിക്കുന്നത് പോലെ അത്രയും ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി പിശാചിങ്ങനെ അലറി നടക്കുകയാണ്. और शैतान जंगल में रहते हैं, सिंह की नाई है। कहाँ किसी को मिले एक मनुष्य को खा जाने के लिए, फाड़ने के लिए रास्ता देते हैं, इसी नाई है विश्वासी के विरोध में शैतान की काम। നമ്മുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും വാതിൽ അത് തുറന്നു കിടക്കുകയാണെങ്കിൽ അതിലേ കൂടി പിശാച് പ്രവേശിക്കും. हमारा जिंदगी में कोई दरवाजा खोल कर रखेगा तो ये शैतान वो रास्ता से और घुस जाते हैं। അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടിയും ശത്രുവിന് ഇടം കൊടുക്കാതെ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. इसलिए बाइबल चेतावनी देता है, जागते हुए रहे, शैतान को जगह हमारा जीवन में नहीं देना। ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരു പൂർണ്ണത, ഒരു മെച്യൂരിറ്റി ആവശ്യമായിരിക്കുന്നു. और संपूर्णता के लिए हमारा यीशु मसीह को अपना कर उनका हमारा जीवन उनका साथ सरल बनना आवश्यकता है। നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മെച്യൂരിറ്റി എങ്ങനെയാണ് അളക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികൂലങ്ങളെയും പരീക്ഷകളെയും അതിജീവിക്കുന്നതിനുള്ളതായ നമ്മുടെ കഴിവ്. और हमारा ईसाई नाम है, मसीह ने नापते हैं हमारा जिंदगी परीक्षा, वेदना इत्यादि चीजों से प्रभु ने हमें आगे जाना, परीक्षा में गिरा देते हैं। തികഞ്ഞ ക്രിസ്തീയ വിശ്വാസം പുലർത്തുന്നതായ വ്യക്തികൾ എന്തെല്ലാം കഷ്ടങ്ങളും നേരിടേണ്ടി വന്നാലും അവർ യേശുവിനെ ത്യജിച്ചു പറയുകയില്ല, അവർ വിശ്വാസത്തെ തള്ളിക്കളയുകയുമില്ല. और हमारा यीशु मसीह में सिर रहने वाले सच्चे रीति पर जाने वालों का जीवन में कोई कुछ प्रश्न आते हैं, पीछे हटेगा नहीं, आगे बढ़ते रहेंगे.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മെ കൂടുതലായിട്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ ഇടയാക്കി തീർക്കണം. हमारा जिंदगी में ऐसा प्रश्न शोक वेदना आते हैं जो पीछे हटने के लिए नहीं, आगे बढ़ने के लिए प्रभु की आत्मा हमें अगुवाई देते हैं. വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. बाइबल में ये वचन दिया है, हमारा शरीर में या कोई कुछ क्लेश दुख आते हैं, आनंद मगन रहो, कारण मसीह में हमारा जिंदगी अटल है. കഷ്ടങ്ങൾ, ക്രിസ്തു നിമിത്തം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുമ്പോഴും നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഇരിക്കുന്നു. मसीह में हम रहते हैं, जितना परीक्षा में गिरते हैं उसी में आनंद मगन हो, कारण मसीह की आत्मा हमारे में वास करते हैं. അങ്ങനെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ക്രിസ്തു നിമിത്തം നാം കഷ്ടങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. मसीह देता है वो परीक्षा सहेजेगा तो मसीह बादलों पर आएंगे, जो महिमा में प्रवेश करने के लिए मसीह हमें अनुमति देता है. നമ്മുടെ ആത്മാവിൽ ക്രിസ്തുവിനെ പ്രതിഫലിക്കുന്നതായ ഒരു ജീവിതം നമുക്ക് കരസ്ഥമാക്കുവാൻ കഴിയും. हाँ, मसीह में जिएगा तो वो आत्मा हमारे में वास कर कर स्वर्गारोहण होने के लिए प्रभु हमारे में अनुमति देता है. അതുകൊണ്ട് വിശുദ്ധ പത്രോസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത് നാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കൂട്ടായ്മ ഉള്ളവരായിരിക്കണം എന്ന്. इसी कारण में प्रेरित पत्रोस ने हमें ये बात चेतावनी देता है, यीशु मसीह हमें कष्ट देता है, उसमें आनंद मगन हो. നാം ഇങ്ങനെ കഷ്ടതയിലൂടെ പരീക്ഷയിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അധികമായി നമ്മുടെ മേൽ പകരപ്പെടും. और ऐसे कष्ट में क्लेश में जाएगा तो परमेश्वर की आत्मा वास कर कर हमें शुद्ध और पवित्रदायी में लाते हैं. നാം ഈ പരീക്ഷകളും പരിശോധനകളും അതിജീവിച്ച് കഴിയുമ്പോൾ നാം ക്രിസ്തുവിന്റെ തേജസ് ഉള്ളവരായി ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും. ये कष्ट और परीक्षा में गिरने का समय है. हम इसमें से आगे बढ़ेंगे तो मसीह की अनुग्रह में रहने के लिए प्रभु अवसर देता है. ഒരു വിശ്വാസി ദൈവവുമായിട്ട് കൂടുതൽ അടുക്കുന്നതിന് ഈ കഷ്ടങ്ങളിലും അതുപോലെ പ്രതിസന്ധികളും കൂടുതൽ ദൈവാശ്രയമുള്ളവനാക്കി തീർക്കുവാൻ ഇടയാക്കി തീർക്കും. एक विश्वासी मसीह की ओर आने के लिए मसीह ने हमें कष्ट परीक्षा वेदना दिया देता है, हम उसमें से विजय पाकर मसीह की आमने उनका सामने आता है और अनुग्रह पाता है. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തുന്നതിനും നമ്മുടെ നിഗളഭാവമൊക്കെ ഉപേക്ഷിക്കുന്നതിനും കർത്താവിനോട് സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നതിനും അത് മുഖാന്തരമായി തീരും. और मसीह में आकर, मसीह में और जीवित होकर, मसीह में से हम मसीह में रहकर और आनंद मगन होने के लिए वो कारण बन जाता है. അപ്പോൾ ഈ കഷ്ടതകളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെ ഒരു ആത്മപരിശോധനയ്ക്ക് നാം വിധേയരായി തീരും. ये कष्ट और वेदना पड़ते हैं और सारी सब कुछ में हम मसीह में उन्नति में आते हैं. പരിശോധനകളിലൂടെയും പരീക്ഷകളിലൂടെയും നാം കടന്നു പോകുമ്പോൾ ക്രിസ്തു എവിടെയായിരിക്കുന്നോ അവിടേക്ക് നമ്മെ കൊണ്ടെത്തിക്കും. ये परीक्षा विजय पाकर आगे होएगा तो मसीह ने हमको बैठाने के लिए स्थानों में सही सलामती से पहुंचने के लिए अनुमति देता है. കൊലപാതകം ചെയ്യുന്നവരോ അല്ലെങ്കിൽ മോഷണം നടത്തുന്നവരോ അല്ലെങ്കിൽ കുറ്റവാളികളോ അവർ ശിക്ഷിക്കപ്പെടും ഈ ലോകത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച്. हत्या करने वाले और चोरी करने वाले और विनाश की काम करने वाले और नियम के आधार पर उनको आगे लाते हैं. എന്നാൽ വിശ്വാസികളായിരിക്കുന്ന പലരും ഈ വക കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയും മറ്റുള്ളവരുടേതായ സ്വഭാവഹത്യ നടത്തുന്നതിനും മിടുക്കന്മാരാണ്. विश्वासियों ये हत्या करने के लिए, चोरी करने के लिए और ऐसी प्रकार के काम में नहीं जाएगा तो भी उन्होंने दूसरे के काम कार्यों में उंगली डालता है.
നാം വിശ്വാസികളായിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പേരിൽ നിന്ന സഹിക്കേണ്ടി വന്നാൽ അത് ഏറ്റവും നല്ലതെന്നത്രേ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. विश्वास योग्य रहने में हम निंदा उठाने के लिए कारण बनेगा तो मसीह ने हमारा मुकुट में और भी और तेज बनाते हैं. ക്രിസ്തുവിന്റെ നാമത്തിൽ നാം നിന്ദിക്കപ്പെടുമ്പോൾ അത് പത്രോസ് പറയുന്നത് അത് അവന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായി തീരുവാൻ കിട്ടിയതായ ഒരു നല്ല അവസരം അത് എന്നത്രേ. पत्रोस ने ये बातें कहते हैं मसीह का नाम की कारण हम निंदा उठाने के लिए अवसर होवे तो और निंदा में ആനന്ദ് മകൻ ഹോക്കർ ആകെ ബഡ് ജായേ. പരീക്ഷകളും അതുപോലെ പരിശോധനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ക്രിസ്തു തന്റെ കുരിശ് നമ്മുടെ മേൽ വയ്ക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. परीक्षा या निंदा हमारे में आएगा तो ये बात विश्वास योग्य रहे मसीह की दृष्टि लगातार हमारा साथ भी साथ है. ക്രിസ്തുവിന്റെ മുഖം വഹിച്ചുകൊണ്ട് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറാം. और मसीह की जो हल और खेती में रेताई करने के लिए हल रखता है वो बोझ हमारे कंधे पर मसीह ने रखे दिया और निंदा उड़ाकर उनका पीछे हो लिया जाए. പത്രോസ് ഇങ്ങനെ പ്രസ്താവിച്ചു, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. प्रेरित पत्रोस ने ये चेतावनी दी न्याय करने की जो दिन हमारा विश्वासियों के घर में आ रहा है. അപ്പോ ദൈവമക്കളിൽ ദൈവം തന്റെ ശിക്ഷ നിർവഹിക്കുന്നു ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ. ये संसार में हम जीते हैं, ये संसार में जो निंदा और जुआ हमारा सिर पर कंधे पर दिया देता है. അതെ, ദൈവമക്കളെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം അവരെ ശിക്ഷിക്കുന്നതാണ്. और यीशु मसीह का शिक्षा दंड यही है, यीशु की और सामने आने के लिए प्रभु ने दिया देता हुआ एक दंड है. അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അത്രേ, हमारा पवित्रताई के लिए दिया देता है. എന്നാൽ വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്, അത് ദൈവത്തിന്റെ ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചാൽ അങ്ങനെയാണെങ്കിൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? और इसी कारण भी यहाँ पर दिया है हमारा विश्वासियों के रहते हैं, विश्वासी है, ये न्याय की व्यवस्था हमारा घर में आएगा तो सुसमाचार ना मानने वाले और अधर्मियों की स्थिति क्या हो रहा है. അവിശ്വാസികളുടെയും ക്രിസ്തു വിശ്വസിക്കാത്തവരുടെയും അവസ്ഥ എന്താകുമെന്നാണ്. और अविश्वासी और यीशु मसीह में ना विश्वास करने वालों को स्थिति क्या हो रहा है. അവരുടെ നിത്യതയിൽ അവർ നിരന്തരമായിട്ടുള്ളതായ പൈശാചികമായ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് നരകത്തിൽ ജീവിക്കേണ്ട അവസ്ഥ വരും, അത്രേ ഉള്ളൂ. और इन्होंने ऐसी हाल है विश्वासी योग्य में नहीं रहेगा तो उन्होंने नरक की योग्य बन जाता है. അതുകൊണ്ട് നാം ഈ കഷ്ടങ്ങളിലും പ്രതിസന്ധികളിലൂടെയും പരീക്ഷകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴത്തേക്കും ഈ ലോകത്തെ ഈ ഭൂമിയോടുള്ള നമ്മുടെ താല്പര്യം, നമ്മുടെ ആഭിമുഖ്യം അത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് സ്വർഗത്തിന് വേണ്ടി നാം കൂടുതൽ ആഗ്രഹിക്കും. ये भूमि में हमें कितनी दीदी पर जो कुछ कोई भी हाल होएगा तो भी ये त्याग करे और मसीह की राज खोने के लिए प्रयत्न करे, हमें प्रभु ने वहां पर ले जाने के लिए. അങ്ങനെയുള്ളവർ പ്രാർത്ഥിക്കും, കർത്താവേ വേഗം വരണമേ എന്ന്. ऐसी प्रकार की कष्ट भोगने वाले प्रार्थना करता है, हे मसीह जल्दी आ. ഈ ഞെരുക്കവും പീഡനവും ഉള്ളതായ ഈ ലോകത്തിന്റെ വലയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കണം, നമ്മുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കും, അതായിരിക്കും അവരുടെ വാഞ്ച. उन्होंने ऐसा आशा आग्रह रखते हैं, कष्ट में, वेदना में, दुख में जाने वाले विश्वासियों ने हमें एक अच्छा एक स्थान में ले जाने के लिए प्रभु जितू ने जल्दी आ. അപ്പോൾ ക്രിസ്തീയ ജീവിതം വളരെ
വളരെ പ്രയാസമുള്ള ഒന്നാണ് എന്ന് പത്രോസ് പറയുന്നു. पर प्रेरित पत्रोस ने ये वचन दिया है, यीशु मसीह में जीना थोड़ा कष्ट दुख उठाना आवश्यकता है. ഈ പാപവും ദുഷ്ടതയും നിറഞ്ഞതായ ഈ ലോകത്തിൽ നിന്നും നമ്മെ കരകയറ്റുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ये पाप अपराध की, कष्ट की, वेदना की, संसार की ये सीमा छोड़कर स्वर्ग राज्य में आनंद मगन होने के लिए हम प्रार्थना में लवलित है. അതെ, ഈ ലോകത്തിൽ നാം ഈ കഷ്ടതകളിൽ നിന്നും എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ രക്തമുണ്ട്, ദൈവത്തിന്റെ വചനമുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ये सारे कष्ट वेदना में जाने का समय एक आशा हमारा सामने प्रभु ने रखा दिया है. हमारे लिए एक प्रतिवर है, हमारे लिए एक उद्धार की स्थान है. मसीह ने अच्छे स्थान में हमको बैठा देंगे, ठहरा देंगे. നോവയുടെ കുടുംബവും അത് ആ പേടകത്തിൽ യാത്ര ചെയ്ത് നമുക്കറിയാം. नूह और उनका परिवार के साथ जो जलप्रलय में जहाज में उद्धार पाया कैसा है, हमको इसका बारे में जानकारी है. എന്നെങ്കിലും കര കണ്ടെത്തുവാൻ കഴിയുമെന്നുള്ളതായ പ്രത്യാശയോടുകൂടി അവർ അതിനകത്തിരുന്ന് യാത്ര ചെയ്യുകയാണ്. कभी भी जो सूखे भूमि देखेंगे, एक दिन ये जहाज से बाहर आने देते हैं, देंगे. ये आशा के साथ एक वर्ष नूह और उनका परिवार जहाज के अंदर बैठ गए हैं. ഈ കഷ്ടത നിറഞ്ഞതായ ലോകത്തിൽ നിന്നും വീണ്ടെടുപ്പുകാരനായ കർത്താവ് വന്ന് നമ്മെയും തന്നോടൊപ്പം ചേർത്ത് കൊള്ളുന്നതായ ആ സുദിനത്തെ ഓർത്തുകൊണ്ട് നാം പ്രത്യാശയോടുകൂടി ആയിരിക്കാം. और ऐसी नूह की नाई ये संसार में जीने का समय, इतनी वेदना, कमी कठी, दुख, बीमार की हाल सब भोगते हैं. एक दिन ये संसार छोड़कर स्वर्ग राज्य में विश्राम के लिए प्रभु अनुमति देंगे. ये बात स्मरण करते हुए आगे बढ़े. ഒരു രാജ്യത്ത് ഭരണകൂടത്തെ എതിർക്കുന്നതായ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ये राज्य में राजा की और हुकूमत देते हैं, उसको विरोध में लड़ने वाले एक झुंड दे. രാജാവ് സൈന്യവുമായി ചെന്ന് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. वो राजा ने सेनाओं को ले जाकर उनको आक्रमण किया और उनके अधीन में लाया. എന്നിട്ട് രാജാവ് അവിടെ ഒരു വലിയ മെഴുകുതിരി കത്തിച്ചു വെച്ചു. राजा ने वहां पर एक मोमबत्ती जलाकर रखा. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ സറണ്ടർ ചെയ്യുക, നിങ്ങൾ രാജാവിന്റെ അധികാരത്തിന് കീഴ്പ്പെടുക എന്ന് അവരോട് ആവശ്യപ്പെട്ടു. उन्होंने को ये वचन दिया है, राजा की हुकूमत को अधीन रहो, ये बात बताया. അത് മാത്രമല്ല, രാജാവിനോടുള്ളതായ നിങ്ങളുടെ വിശ്വസ്തതയും നിങ്ങൾ വിശ്വസ്തയോട് ജീവിക്കും എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയും വേണമെന്ന് പറഞ്ഞു. केवल इतना ही नहीं, राजा ने हुकूमत देते हैं, वो हुकूमत की अधिकार में हम रहेंगे, ये बात പ്രതിജ്ഞാ लेने के लिए भी बताया है. മുന്നോട്ട് കടന്നു വന്ന് ഈ നിബന്ധനകൾ പാലിക്കുന്ന വ്യക്തികൾക്ക് ക്ഷമിക്കുന്നതാണെന്ന് പറഞ്ഞു. ऐसे मेरा हुकूमत है, ये आज्ञा मानने वालों को मैं तुमको क्षमा देंगे, ये बात भी कहा है. ഈ മെഴുകുതിരി കത്തിത്തീരുന്നത് വരെ മാത്രമാണ് അതിനുള്ളതായ അവസരം. ये मोहब्बती जलते हुए समाप्त होने तक ये समय देता है. ആ സമയപരിധിക്കുള്ളിൽ ഈ രണ്ട് വ്യവസ്ഥകൾ പാലിക്കുവാൻ കഴിയാത്തവർക്ക് ഒരിക്കലും ക്ഷമയുണ്ടാകത്തില്ല. ये दो बात कहा है, ये आज्ञा नहीं मानेगा तो ये मोहब्बती जलते समाप्त होने का पहले इसका कुछ निवारण नहीं करेगा तो कभी भी तेरी गलती को क्षमा नहीं मिलेगा. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായിട്ട്, മെഴുകുതിരി കത്തി അണയുന്നതിന് മുമ്പായിട്ട് നാം ക്രിസ്തുവിന്റെ പാപക്ഷമ സ്വീകരിക്കേണ്ടതാണ്. हम ये बात बताने चाहते हैं, मोहब्बती जलते
पिसते वो पिघल जाते हैं, उसकी पकड़े हमारा मसीह को अपनाए, ग्रहण करे और उनका साथ भी साथ जोड़ने के लिए, जुड़ने के लिए भी हम प्रयत्न करें। നമ്മുടെ ജീവിതത്തെ കർത്താവിങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം. हमारा जिंदगी मसीह की हाथ में अर्पण करें। അതെ, പ്രതികൂലങ്ങളുടെയും കഷ്ടങ്ങളുടെയും മധ്യേ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം കർത്താവിനോട് നമുക്ക് ആവശ്യപ്പെടാം. हमारा जिंदगी में एक समर्पण की आवश्यकता यही होता है। जिंदगी को मसीह की हाथों में देते हुए हमारा जिंदगी सरल रीति पर आगे बढ़ने के लिए हम प्रयत्न करते ही रहे। യേശു ക്രിസ്തു ക്രൂശ് മരണം വഹിച്ചപ്പോൾ അവസാനമായിട്ട് പിതാവിനോട് പറഞ്ഞു, പിതാവേ, എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന്. यीशु मसीह का क्रूसारोहण में यीशु मसीह उनका अंतिम समय में यही बात दी, हे पिता परमेश्वर, मेरा आत्मा को तेरी हाथों में समर्पण कर देते हैं। അതെ, ദൈവം അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഏറ്റെടുക്കണമേ എന്ന് പറയാം. और ऐसे नहीं हमारा मसीह के हाथों में हम समर्पण करें, हे मसीह हमारा जिंदगी तेरे हाथों में हम देते हैं, ये कहे। നാം അങ്ങനെ സമർപ്പണം നടത്തുമ്പോൾ ദൈവം നമ്മുടെ സാഹചര്യങ്ങളെ ചിലപ്പോൾ മാറ്റം, ഇല്ല എങ്കിൽ നമുക്ക് ആന്തരികമായിട്ടുള്ളതായ ഒരു വലിയ മാറ്റം തരുന്നതിന് ദൈവത്തിന് കഴിയും. ये हम अर्पण करेगा तो हमारा मसीह हमारा जिंदगी को बदल डालेंगे और मसीह की अनुग्रह की भागी बनने के लिए अवसर भी दिया देता है। കാൽവരി ക്രൂശിൽ നാം നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ ലോകത്തുള്ളതായ ദുഷ്ടന്മാരായ ആളുകളുടേതായ അത് ക്രൂരമായിട്ടുള്ളതായ ഒരു പ്രവൃത്തിയെ അത്രേ. काल्वरी क्रूस की ओर हम देखेगा तो ये संसारिक लोगों ने मसीह के विरोध में जितना काम किया और शरीर को भाड़ने दिया, ये मसीह हमारे लिए दिया किया हुआ कष्ट की भाग है। ഇതിനപ്പുറം ക്രൂരത മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. ये कठोर काम इसी अधिक मनुष्यों की ओर किया कर नहीं सकते हैं। ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിന്റെ മേൽ മുൾക്കിരീടം ചൂടുകയുണ്ടായി. ये मसीह की जगत की उद्धार की के लिए आया हुआ मसीह की सिर पर उन्होंने खांडे की मुकुट लगाया है। യേശുക്രിസ്തുവിന്റെ ശരീരം ഉഴവുചാലുകൾ പോലെ ആയിത്തീർന്നു. ये यीशु मसीह की शरीर रेधाई की नाई बन गई है। യേശുക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് അവർ കുന്തം കൊണ്ട് കുത്തി. यीशु मसीह की पीठ में उन्होंने भालू मारा है। അവർ യേശുക്രിസ്തുവിന്റെ കൈകാലുകളിൽ ആണി തറച്ചു. यीशु मसीह के हाथों और पैरों में खिला ठोका है। രാജാവായ യേശു കർത്താവിനെ അവർ നിന്ദിച്ചു. राजा यीशु मसीह को निंदा किया है। മനുഷ്യന്റെ ദുഷ്ടതയുടെ തീവ്രത എത്രയും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. मसीह और मनुष्य की और दुष्टता की कठोरता वहां पर दिखा दिया जाता है। മനുഷ്യന്റെ ഈ ക്രൂരത, അവർ ക്രിസ്തുവിനോട് ചെയ്തതായ ഈ ക്രൂരകൃത്യം, എന്നാൽ ദൈവം അത് മനുഷ്യ രക്ഷയ്ക്കുള്ള മുഖാന്തരമാക്കി തീർത്തു. ये लोग मसीह की शरीर पर दिया हुआ ये कठोर काम हमारे लिए मानव जाति की उद्धार के कारण बना दिया है। അതുപോലെ നമ്മുടെ ജീവിതങ്ങളിലെ കഷ്ടനഷ്ടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി, നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അത് ദൈവം മുഖാന്തരമാക്കി തീർക്കും. इससे नहीं हमारा जीवन में भी कुछ कष्ट वेदना संकट आएगा तो ये चेतावनी सुबह ही वक्त देता है, हमारा आत्मा के उद्धार के लिए मसीह ने ये सहजा है। അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സ്രഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ. इसी कारण में हमारा मसीह में हम मिलजुलने के लिए
सारे कष्ट सहज कर उनका राज्य में प्रवेश करने के लिए हम प्रयत्न करें। ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से प्रभु हम सबों को आदर अनुग्रह दिया देंगे। आमीन.